your time. Hey guys, welcome back to my channel. അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് ഒരു സിന്ന ബോഡി റോളിങ്ങിന് എക്സസൈസ് വർക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഓൾറെഡി വീൽ ഇളക്കി അടി ഇളക്കിയിട്ടുണ്ട്. നമ്മൾ സ്പ്രിങ്സ് കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്ക് സ്പ്രിങ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് തീർത്തതിന് ശേഷം ഫ്രണ്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വണ്ടിയിലെ വീൽ ഹബ്ബ് പെയിൻറ്റിംഗ് ഉണ്ട്, സ്പ്രിങ് ലോറിങ് കസ്റ്റം സ്പ്രിങ് മീൻസ് കട്ട് ചെയ്ത് സ്പ്രിങ് കട്ട് ചെയ്തിട്ടുള്ള പരിപാടിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബോഡി റോളിംഗ് ഉണ്ട്, ഒരു എക്സോസ്റ്റ് ഒരു വാൽട്രോണിക്കിൻ്റെ എക്സോസ്റ്റിൻ്റെ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു തവണ നമ്മൾ സ്പ്രിങ് ഇളക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു അളവ് നോക്കിയായിരുന്നു. നമുക്ക് കുറച്ചും കൂടെ ലോവർ ആവുള്ളതുകൊണ്ട് രണ്ടാമത് ഇളക്കി കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോഡി റോളിങ്ങും കഴിഞ്ഞ് എക്സോസ്റ്റും കൂടെ ഒന്ന് ഇളക്കി ഇതിൻ്റെ വീൽ ഹബ്ബൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ സ്പ്രിങ് ഇട്ട് ബാക്കി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, പുള്ളിക്കാരൻ രാവിലെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഏകദേശം മണി 12 വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിക്കണ കായ് വണ്ടി നശിപ്പിക്കണം. അവന് ബോഡി നല്ല ലോർ ചെയ്യണം കേട്ടോ, ഏകദേശം നല്ല ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോഡി ടയറിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ബോഡി റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് അടിച്ച് മടക്കിയതിന് ശേഷം വീലിട്ട് വീണ്ടും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ബോഡി റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഷേപ്പിന് വരും. ഇതിപ്പം നല്ല പെയിൻറ്റിങ് ആയതുകൊണ്ടാണ് കണ്ടോ പെയിൻറ്റ് പൊട്ടാത്തത്. കണ്ടോ പൊട്ടി കയറിയിട്ടില്ല, അതുകൊണ്ട് പെയിൻറ്റ് പൊട്ടിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം മടങ്ങി വരും, നമുക്ക് വലിയ വൃത്തികളുണ്ടാവില്ല ചെയ്തു വരുമ്പോൾ. ഇതുപോലെ ചെറിയ ഡാമേജസ് വരും, അത് നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് കാരണം ഇതിലുള്ളതാണ്. കാരണം നോർമലി എല്ലാവരും ബോഡി റോളിങ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനൊക്കെ മുന്നേ ആയിട്ടാണ് പെയിൻറ്റിങ് ഇത് എല്ലാം ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റിങ്ങിനും പൊട്ടി വർക്കിനൊക്കെ വണ്ടി പോകുന്നത്. പിന്നെ ജാക്കിൽ നിർത്തുമ്പോൾ എല്ലാവരും ടയർ മാക്സിമം ഇതുപോലെ അരിയിലിടാൻ നോക്കുക. കാരണം ഇൻ കേസ് ജാക്കിയും തെറ്റി കഴിഞ്ഞാൽ വണ്ടി മണ്ടയിൽ കൂടെ ഒന്നും വീഴും. കാരണം ഇനി എക്സോസ്റ്റ് ഇളക്കാൻ വേണ്ടി ഇതിൻ്റെ അടിയിലോട്ട് കയറേണ്ടതാണ്. സ്പ്രിങ്സ് അപ്പോൾ ഞാൻ അടിക്കാൻ പോണു കൈസ്. അപ്പോൾ ഞാൻ അടിച്ചിട്ട് വരാം കൈസ്. എല്ലാവരും പറയുന്നത് എൻ്റെ ഫേസ് കാണിക്കണം, എൻ്റെ ഫേസ് ഇതാണ് കേട്ടോ. ഞാനാണ് ആ സുന്ദരൻ, സിംഗിളാണ്, റെഡി ടു മിങ്കിൾ. കല്യാണം മാമി ഉറപ്പിച്ച് കൈസ്. അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഇളക്കി കേട്ടോ. ജസ്റ്റ് ഈ സൈഡ് ബോഡി അടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സോസ്റ്റ് ഇളക്കി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ വാൽട്രോണിക് സിസ്റ്റം ബഡ്ജറ്റ് വാൽവൽട്രോണിക് സാധനം ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ത്രോട്ടിൽ ബോഡി ഇവിടെ വരും, ഇവിടെ ഇങ്ങനെ നിൽക്കും ത്രോട്ടിൽ ബോഡി. എന്താ പറ്റിയടാ? പൊട്ടി വേണ്ട, ഇതാണ് പ്രശ്നം. ഇത് പൊട്ടി ഇങ്ങനെ അടിക്കുമ്പോൾ പൊട്ടി ഉണ്ടെങ്കിൽ പൊട്ടി ഇങ്ങനെ പൊട്ടി വരും. അതുകൊണ്ട് അത് റീവർക്ക് ചെയ്യേണ്ടി വരും. നമ്മളിത് പറഞ്ഞിട്ടാണ് വർക്ക് എടുക്കുന്നത് കേട്ടോ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വള്ളിയാണ്. ഈ സൈഡ് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കണ്ടോ, പെയിൻറ്റ് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പൊട്ടിയാവും. ഇതെന്തായാലും റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. രണ്ട് സൈഡ് ഈ സൈഡ് കണ്ടോ പൊട്ടികളായി വന്നുണ്ട്. ഇതുപോലെ ഇളകി വരും, പൊട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. കൺഫേം ആയിട്ട് പൊട്ടി വരും. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത് ഈ വർക്ക്. പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാൽട്രോണിക്കിൻ്റെ ആ ഒരു എക്സോസ്റ്റ് ആ ത്രോട്ടിൽ ബോഡി ഇവിടെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഈ പോർഷനിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു മറവിൽ നിൽക്കുകയും ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശബ്ദം, വലിയ ലൗഡും ആയിരിക്കത്തില്ല, ഓടിക്കാൻ നല്ല സുഖമുള്ള ശബ്ദത്തിൽ സാധനം ഇവിടെ വരും. ഇത് ബഡ്ജറ്റ് റേഞ്ചിലായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ നമ്മളിതിൻ്റെ അടി കൂടെ തന്നെ വേറെ കട്ടിങ് ഒന്നും ഇല്ലാണ്ട് കണക്ഷൻ മേലോട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം എക്സോസ്റ്റും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം കയറ്റിയതിന് ശേഷം ആയിരിക്കും നമ്മൾ ബാക്ക് മൊത്തത്തിൽ താഴെ ഇറക്കുന്നത്. അതിന് ശേഷം ഫ്രണ്ട് ഷോക്ക് ഇളക്കി അതിൻ്റെ വർക്ക് കൂടെ തീർക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കി ഇനി ഇതിൻ്റെ വർക്ക് കൂടെ നമ്മൾ കാണാം. അപ്പോൾ നമ്മൾ വീൽ ഹബ്ബ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് മൊത്തം സാൻഡ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ആ സൈഡ് സാൻഡ് ചെയ്യാൻ ഇതുകൊണ്ടാക്കണ്ട. ഇനി ഇത് സാൻഡ് ചെയ്തൊന്ന് വൈറ്റ് അടിച്ചതിന് ശേഷം റെഡ് അടിക്കാൻ പോകുന്ന റെഡ് അടിക്കാനാണ് പ്ലാന്. ഇതൊന്ന് സാൻഡ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഈ സൈഡ് എനിക്ക് സാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഷ് കിട്ടി ഗായ്സ്. അപ്പോൾ ബാക്കി ഇനി ഇത് വൈറ്റ് അടിച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഹബ്ബ് നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം ഒരിക്കൽ അവസാനം റെഡ് അടിക്കുന്നത്. മാക്സിമം ഏകദേശം ഇതിൻ്റെ അളവൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ചെയ്യാനുണ്ട്. എന്താണ് താങ്കൾ ചെയ്യുന്നത്? പിന്നെ ഈ വണ്ടിയുടെ കേസ് പറയാൻ വിട്ട് വരുന്നത് കേട്ടോ. ഇത് നമ്മളെ അഭിരാമിൻ്റെ വണ്ടിയാണ്. അഭിരാമായിട്ട് പുള്ളിക്കാരൻ ഗൾഫിലാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ വണ്ടി നമ്മൾ പ്രോജക്റ്റ് വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോറൊക്കെ ഏകദേശം ഇതാ കണ്ട മൊത്തം ഹോളാണ്. ഏകദേശം എല്ലാം പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്ലോർ മൊത്തം വർക്കുണ്ട്. റണ്ണിങ് ബോഡിയുടെ വർക്കുണ്ട്. റണ്ണിങ് ബോഡി 2 പുതിയത് കയറും. ബാക്കി ഈ ഫ്ലോർ മൊത്തം അകത്തെ ഫ്ലോർ മൊത്തം പുതിയത് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിൻ്റെ മെറ്റൽ പീസ് കട്ട് ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാധനം, ചില്ലറ കട്ടിയൊന്നുമല്ല.
ഈ സാധനത്തിലായിരിക്കും എൻ്റെ ഫ്ലോർ മൊത്തം നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്നേ ഇരുന്ന ആൾക്കാർ കണ്ടോ മൊത്തം തുരുമ്പും ബഹളമാണ്. അപ്പോൾ ഈ ഗ്ലാസ് മൊത്തം ഇളക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു വിൻഷീൽഡിൻ്റെ ഈ പാർട്ട് മൊത്തം ഇത് വർക്കുണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് നമ്മുടെ വണ്ടിയുടെ ഡാഷിൽ വെള്ളം കയറുന്ന മെയിൻ പ്രശ്നമാണ് സെന്നിൻ്റെ മെയിൻ പ്രശ്നം. അത് ഈ എല്ലാ വണ്ടികൾക്കും പോലെ ഈ വണ്ടിക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുണ്ട്. അപ്പോൾ ഗ്ലാസ് ഇറക്കി ഇതിൻ്റെ ബീഡിങ്, ഇതിൻ്റെ അകത്ത് ബീഡിങ് ഒന്നുമില്ല, ഇതിൻ്റെ അകത്തൊരു ബീഡിങ് വരും, ആ ബീഡിങ് ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഇളക്കി അതെല്ലാം ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ അഭിരാമൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി ഈ വണ്ടി മൊത്തം വർക്കുണ്ട്. ഇത് പ്രോജക്റ്റ് വർക്കാണ്. ഇതിൻ്റെ ഈ വർക്കെല്ലാം കഴിഞ്ഞ ശേഷം വണ്ടി പെയിൻറ്റിങ്ങിന് പോകും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അലൈസ് എടുക്കാനുണ്ട്, ടയർ എടുക്കാനുണ്ട്, പെയിൻറ്റിങ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഈ വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും ഉള്ള പാച്ച് തന്നെ ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം 20-25,000 രൂപ അടുപ്പിച്ചാവും. ഈ ഗ്ലാസിൻ്റെത്, ഈ വർക്ക്, വണ്ടിയുടെ മൊത്തം പാച്ച് എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ തന്നെ പാച്ച് വർക്ക് മാത്രം ഒരു ഏകദേശം 20-25,000 രൂപയ്ക്കകത്താവും. എല്ലാവരും വിചാരിക്കും ഇത്രയും ചെറിയ വണ്ടിക്ക് എന്തിനാണ് ഇത്രയും വലിയ റേറ്റ് ഒന്നും. പക്ഷേ ഇത്ര രൂപയ്ക്ക് ചെയ്തേ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കാര്യമില്ല. അതാ ഇതുപോലെ ആവും കണ്ടോ. ഇപ്പോൾ നമ്മൾ ഈ പൈസ മുടക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ പിറകെ ഇറങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ക്ലിയറായി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്ര രൂപ ആവുന്നുള്ളത്. കസ്റ്റമർ അതിൽ ഓക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇനി കുറച്ച് നാൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡ് മെയിനായിട്ട് പേച്ച് കയറുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ ഡാഷിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത്. അത് ആ ഫ്രണ്ട് ഗ്ലാസിൻ്റെ അടിയിൽ നിന്നുള്ള ആ മെയിൻ പോർഷൻ പേച്ചായിട്ട് അവിടെ നിന്ന് വെള്ളം ഇറങ്ങി ഈ സൈഡിൽ വീഴുന്നതാണ്. എല്ലാ സെന്നിനും ലെഫ്റ്റ് സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ പാച്ച് വരുന്നത് കേട്ടോ. അതായത് ഇതുപോലെ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാണ്ട്, അത് ക്ലിയർ ചെയ്യില്ലെങ്കിൽ നമ്മൾ ഈ പാച്ച് ചെയ്യണത് ഉപയോഗമില്ലാതെ പോകും. അതുകൊണ്ട് അതും ക്ലിയർ ചെയ്യണം. ഈ ഗ്ലാസിൻ്റെ പാച്ച് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. ഈ ഗ്ലാസ് ഇളക്കേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ സൈഡ് പാനലിലും ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വർക്ക് ഓൺഗോയിങ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബാക്ക് ടു എക്സോസ്റ്റ് ബാക്കി ഇനി സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എത്തിയിട്ടുണ്ട്. AK അഭിജിത്ത് SS. അവനെ അഭിജിത്ത് SS എന്നേ അവനെ പറയാവൂ. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഇഷ്ടമുള്ളതുപോലെ. ഇവൻ വന്നത് വണ്ടി എടുത്തോണ്ട് പോയാട്ടോ. ഒരു കിയ ആണ് സെൽറ്റോസ്. ഇത് ഷോറൂമിൻ്റെ വണ്ടിയാണ്, ടെസ്റ്റ് റൈഡ് വണ്ടിയാണ് കേട്ടോ. ഫുള്ളോ ഏതാ വേരിൻ്റെ ഏതാ ജോലി ഫോട്ടോ കുഴപ്പമില്ല. എടാ നമുക്ക് റിവ്യൂ ചെയ്യാൻ വണ്ടി വരുമോ? ഷോറൂമിൽ തരുമല്ലോ. അത്ര സ്റ്റാൻഡേർഡ് ആവണ്ട, കുറച്ച്. അല്ലടാ റിവ്യൂ ഷോറൂമിൽ സംസാരിച്ചിട്ട് എനിക്ക് യൂട്യൂബിലത്തേക്ക് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇത് DCT പെട്രോളാണ് കേട്ടോ. DCT 7 സ്പീഡ് പെട്രോളാണ്, ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. കൊള്ളാം കേട്ടോ വണ്ടി. അതിൽ ഈ വണ്ടി ഉടനെ ടെസ്റ്റ് റൈഡ് ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. ടെസ്റ്റ് റൈഡ് ഇതിൻ്റെ റിവ്യൂ കൂടെ ഫുൾ റിവ്യൂ ആയിട്ടൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. വണ്ടി കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇൻറ്റീരിയറൊക്കെ കൊള്ളാം. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം ഒക്കെയാണ് വണ്ടിയിൽ വരുന്നത്. കൊള്ളാം. 360 ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വണ്ടി കൊള്ളാം. അപ്പോൾ നമ്മുടെ ഈ വർക്ക് എക്സോസിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഹബ്ബ് നമ്മളിപ്പോൾ ഓറൗണ്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ബോഡിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിലെല്ലാം വെൽഡിംഗ് ഉണ്ട്. ഇതിപ്പോൾ MCയിൽ ബാക്കി വന്ന് നമ്മൾ ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ. എല്ലാത്തിൻ്റെ അടിയിൽ വെൽഡിംഗ് ഉണ്ട്. 4 ബോൾട്ടിലാണ് സാധനം സെറ്റ് ചെയ്തത്. പക്ക സ്ട്രോങ് ആണ്, എയർ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒന്ന് ജസ്റ്റ് MCയിലൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് അടച്ചതേ ഉള്ളൂ. MCയിൽ ഇരുന്നതിൻ്റെ മൊത്തം നമ്മൾ ഇരുന്ന് അടച്ച് തീർത്ത് മൊത്തം വെൽഡിങ് അടിച്ചിട്ടില്ലാണ് നമ്മൾ മൊത്തം റൗണ്ട് മൊത്തം എയർ ലീക്ക് വരാത്ത രീതിയിൽ മൊത്തം വെൽഡിങ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് MCയിലിട്ട് കവർ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഒരു ഇതിന് വേണ്ടി ഫൈനൽ വെൽഡിങ്ങിലോട്ട് പോവാണ്. ഫൈനൽ തെറ്റിപ്പോടെ വിടറേ. ഫൈനൽ വെൽഡിങ്ങിലോട്ട് പോവാണ് കേട്ടോ. കാരണം ഈ പ്ലേറ്റ് ഇളക്കി ഈ വന്നിങ്ങനെ സ്റ്റോക്ക് ഇപ്പോൾ അവിടെ വെടിച്ച് കയറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ മൊത്തം റൗണ്ടിന് അടിച്ച് തീർത്ത് നമ്മുടെ ടോട്ടൽ ബോഡി കൂടെ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഈ ഒരു പ്ലേറ്റ് കൂടെ തിരിച്ച് അതിൽ വെൽഡ് ചെയ്ത് കയറ്റുക, സാധനം വണ്ടിയിൽ കയറ്റുക. ബാക്കി ലൈൻ വലിക്കുന്ന പാടേ ഉള്ളൂ, അതിൻ്റെ കേബിൾ വലിക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഇറക്കിയിട്ട് അടുത്ത ഫ്രണ്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ബാക്കിലത്തെ വീലിട്ട് ഇതാണ് ക്ലിയറൻസ്. ഇതാ ബാക്ക് ഇട്ട് കഴിഞ്ഞ് ഇനി ഫ്രണ്ട് ഇളക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനി ഫ്രണ്ട് ഷോക്കും കൂടെ ഇളക്കി സസ്പെൻഷൻ ഇളക്കി അതിൻ്റെ സ്പ്രിങ് കൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് GC ചെറിയൊരു വർക്കുണ്ട്. എക്സോസിൻ്റെ ഒരു ക്ലിപ്പ് പിടിച്ചതിൻ്റെ വർക്കും കൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഫ്രണ്ട് ഇളക്കുക എന്നുള്ളതാണ് പരിപാടി. ഫ്രണ്ട് ഇളക്കി ബാക്കി ഇനി അതിൻ്റെ സസ്പെൻഷൻ അതിൻ്റെ സ്പ്രിങ് കട്ട് ചെയ്യുമ്പോൾ ബാക്കി കാണാം. ഫ്ലോറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഈ സൈഡ് കഴിഞ്ഞ് എൻ്റെ കാലിപ്പർ പെയിൻറ്റും ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ സസ്പെൻഷൻ സ്പ്രിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് ടയറും കൂടെ എടുത്തിട്ടാൽ മതി.
റൈറ്റ് സൈഡ് ടയറും കൂടെ എടുത്തിട്ട് പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ ടയർ എടുത്തിടാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ഇറക്കി നോക്കിയിട്ട് ബാക്കി സ്റ്റാൻസ് ഒക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ റോളിംഗ് പ്രോസസ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ വണ്ടിയുടെ മേളിലാണ്. വെയിറ്റ് കയറ്റിയേ റോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അപ്പുറം സൈഡ്. അപ്പം ഞാൻ അടുത്ത സൈഡിലോട്ട് പോകും ഗൈസ്. ബോഡി റോൾ ചെയ്യണത് ചവിട്ടിക്കോ. ഇനി കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകും. മതി. മതി. ഇനി അതുപോലെ ബാക്ക് പോകാം. മതി. ഒന്നുകൂടെ ഫ്രണ്ടിലോട്ട്. പോട്ടെ. പോട്ടെ ശാലം കൂടെ. അപ്പോൾ ഇങ്ങനെയാണ് ബോഡി റോൾ നമ്മൾ ചെയ്യുന്നത്. ബാക്ക് നമ്മൾ ഇപ്രാവശ്യം ബോഡി റോളുകളല്ല ചെയ്തത്. നമ്മളല്ല അടിച്ച് ഇങ്ങോട്ട് വെള്ളം അടിച്ച് അടിക്കണേ. ഇതാണ് കേട്ടോ വണ്ടിയുടെ ഇപ്പോൾ സ്റ്റാൻസ് നോക്കി കണ്ടോ. നമ്മൾ ഫ്രണ്ടിൽ എഞ്ചിൻ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ശകല ഒരു പൊടിക്ക് കൊണ്ട് ഹൈറ്റ് ശകല ഇട്ടിട്ടുള്ളത്. ബാക്ക് അവന് താന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ വണ്ടി ഇപ്പം അത് മാത്രമല്ല, ബാക്ക് താന്നും ഫ്രണ്ട് പൊങ്ങിയാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ചരിവിലാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. എടാ വാൽട്രോണിക്കിൻ്റെ എക്സോസിന് ശബ്ദം ഒന്ന് കേൾപ്പിച്ചാൽ. ഐ മീൻ നമ്മുടെ ബഡ്ജറ്റ് റേഞ്ച് വാൽട്രോണിക്. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. ഈ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കുക എന്തിനാണ് അവസ്ഥയെന്ന് നോക്കിയിട്ട് ബാക്കി കാണാം ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ്, വണ്ടി റണ്ണിങ് ഷോട്ട് നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ഔട്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പ്രിങ്സ് 2 കട്ട് ചെയ്തിട്ടുണ്ട്. കസ്റ്റമായിട്ട് കട്ട് ചെയ്ത് താത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബോഡി റോൾ ചെയ്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കസ്റ്റം വാൽട്രോണിക് വെച്ചിട്ടുണ്ട്. നമ്മളെ ടോട്ടൽ ബോഡി ഉപയോഗിച്ച് ഒരു കസ്റ്റം വാൽട്രോണിക് കൊണ്ട് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓണർ കേട്ടോ. പേര് പറയടാ. മുഹമ്മദ്. അപ്പോൾ ഇവൻ ഞങ്ങളുടെ വീഡിയോ എല്ലാം കണ്ടിട്ട് അല്ലാതെ ഞങ്ങളെ ഈ വണ്ടി സെന്നെ എടുത്ത് ഞങ്ങൾക്ക് ഒരു ഗ്യാങ് ഉണ്ട്. അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് എടുത്തൊരു വണ്ടി തന്നെയാണ് ഈ വണ്ടി. വിശ്വചേട്ടനാണ് പുള്ളിക്കാരൻ വണ്ടി എടുത്ത് കൊടുത്തത് തന്നെ കേട്ടോ. അപ്പോൾ അവൻ എന്നെ കോൺടാക്ട് ചെയ്തു. 2 ദിവസം മുന്നേ കോൺടാക്ട് ചെയ്തതാണ്. ബാക്കി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമുക്ക് ഇന്ന് ഫ്രീ ആയി. ഇന്നാണ് അവന് സമയം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം വന്ന് ഈ വർക്ക് അങ്ങ് ചെയ്തത്. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വർക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ട്രൈബ് ജി ഓട്ടോമോട്ടീവിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാൻ താല്പര്യമുള്ളവർ കയറി ജസ്റ്റ് ഒന്ന് മെസ്സേജ് വിളിക്കുക, എന്താണെന്ന് വെച്ച് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. ടേക്ക് കെയർ.